മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ മുസ്ലിം യുവാക്കള് വളരെ മോശമായ രീതിയിൽ എതിർക്കാറുണ്ട്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്ന് പറയാറുണ്ട്. മുസ്ലിം യുവാക്കള് ഈ സക്കീർ നായിക്കിൻ്റെയും യാക്കൂബ് മേമന്റെയും കന്നയ്യകുമാറിൻ്റെയും വിമൂലയുടെയും എല്ലാം അനന്തരാവകാശികളായ DYFI പോലെ SFI പോലെ കത്തിക്കാനും കൊല്ലാനും ചാവാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള കുറേ യുവാക്കള് യഥാർത്ഥത്തിൽ യൂട്യൂബിൽ കമന്റ് എഴുതാറുണ്ട്. സാറ് പ്രവാചകനെ കുറിച്ച് പഠിക്കണം, സാറ് ഖുർആൻ പഠിക്കണം, എന്നിട്ട് സാറിന് മനസ്സിലാവുള്ളൂ എന്നൊക്കെ. എന്നിട്ട് സാറ് ചോദ്യം ചോദിക്കണം, അപ്പോഴേ സാറ് ശരിക്കും ഖുർആന്റെ മഹത്വം മനസ്സിലാവുള്ളൂ. ഏതായാലും കുറേ ചോദ്യങ്ങൾ കൊട്ടേഷനോടുകൂടി ഖുർആനിൽ നിന്നും ഖുർആനുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ നിന്നും എടുത്തത് മുഹമ്മദ് നബി മാതൃകാ പുരുഷനാണോ എന്നൊരു ചോദ്യത്തിലാണ് കുറെ പോയിന്റുകൾ. ഇസ്ലാം അല്ലാത്തവരെ വെറുക്കുകയും സത്യനിഷേധികൾ എന്ന് വിളിച്ച് കഴുത്തറത്ത് കൊല്ലുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ് നബി. കൊട്ടേഷൻ സൂറ 30:45, കൂടാതെ 3:32, കൂടാതെ 22:38. ഈ 3 സ്ഥലത്ത് ഈ വരി പറയുന്നുണ്ട്. ഖുർആനില് തന്നെ നിന്ദിച്ചു എന്ന് പറഞ്ഞ് അനേകം ആളുകളെ വധിച്ച മുഹമ്മദ് നബിയെ എങ്ങനെ ഉത്തമ പുരുഷനായിട്ട് സ്വീകരിക്കാൻ സാധിക്കും? കൊട്ടേഷൻ ബുഖാരി 56:369, അതിൽ തന്നെ 4:241. അവിശ്വാസികളുടെ സമ്പത്ത് കൊള്ളയടിച്ച് പങ്കുവെക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. അവിശ്വാസികളുടെ സമ്പത്ത് കൊള്ളയടിച്ച് പങ്കുവെക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. ഒരു പ്രവാചകൻ പറഞ്ഞതാണ്. ബുഖാരി 44:668. അതുകൂടാതെ ഇബ്ൻ ഇഷാഖ് 746. അത് 800ഓളം വരുന്ന ജൂത പുരുഷന്മാരെ കഴുത്തറത്ത് കൊന്ന വ്യക്തിയാണ് മുഹമ്മദ് നബി. മുസ്ലിം 3901. കൊട്ടേഷൻ. അടുത്തത് അസത്യം പറയാൻ ദൈവത്തിന്റെ പേരിൽ എന്ന വ്യാജേന അനുവാദം കൊടുത്തു. കൊട്ടേഷൻ മുസ്ലിം 6303, ബുഖാരി 49:857, ബുഖാരിയിലെ തന്നെ അധ്യായം 53, ഹദീസ് 1147. ഇത്രയും സ്ഥലത്ത് നിങ്ങൾ അസത്യം പറയാൻ ദൈവത്തിന്റെ പേരിലാണെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് പ്രവാചകൻ. അടിമകളെ വെക്കുകയും അടിമ വ്യാപാരം ചെയ്യുകയും ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിം 3901. മനുഷ്യനെ അടിമകളായിട്ട് കച്ചവടം നടത്തിയിരുന്നതിന് അനുവാദം നൽകിയിരുന്ന ഒരു വ്യക്തി താൻ സ്ഥാപിച്ച മതത്തിന്റെയും ദൈവത്തിന്റെയും പ്രചരണത്തിനായി അനേകം ആക്രമണങ്ങളും യുദ്ധങ്ങളും നടത്തി അനേകരെ നിഷ്കരുണം വധിച്ചു. പുസ്തകം മുഹമ്മദിന്റെ യുദ്ധങ്ങൾ എന്നുള്ള പുസ്തകം നോക്കാം. വിവിധ ഹദീസുകൾ എന്ന പുസ്തകവും നോക്കാം. അതിലിത് കാണാൻ സാധിക്കും. യുദ്ധ തടവുകാരെയും സമ്പത്തും 1/5 അവകാശപ്പെടുത്തിയ മുഹമ്മദ് ഏത് യുദ്ധം ചെയ്താലും അതിൽ യുദ്ധ തടവുകാരുടെ 1/5 തനിക്കാണ്, അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്തിൽ 1/5 തനിക്കാണ് എന്ന് മുഹമ്മദ് പ്രഖ്യാപിച്ചു. സൂറ 8-ാം അധ്യായം 41-ാമത്തെ വരി. അനേകം ഭാര്യമാരും എണ്ണിയാൽ ഒടുങ്ങാത്ത ലൈംഗിക അടിമകളും സ്വന്തമായിട്ടുണ്ടായിരുന്നു. സൂറ 33-ാം അധ്യായം 50-ാമത്തെ വരി. ബുഖാരി 5-ാമത്തെ അധ്യായം 268. ഗൈർ യുദ്ധത്തിനിടയിൽ ഭർത്താവും പിതാവും നഷ്ടപ്പെട്ട സഫിയായെ യുദ്ധസമയത്ത് തന്നെ വിവാഹം കഴിക്കുകയും മധുവിധു ആഘോഷിക്കുകയും ചെയ്തു എന്ന് ബുഖാരി 59-ാം അധ്യായം 523, 521, 524,
ഇതിൽ പറയുന്നത് കൂടാതെ 4-ാം അധ്യായം 52-143 വരെ, 52 മുതൽ 143 വരെ, കൂടാതെ 7-ാം അധ്യായം 65 മുതൽ 336 വരെ വിവരിക്കുന്നു. ഭർത്താവും അച്ഛനും മരിച്ച സഫിയയെ വിവാഹം കഴിച്ചത് ആ സ്ത്രീയോട് തോന്നിയ അനുകമ്പയാണ് എന്ന് പറയുമ്പോൾ ഈ ഭർത്താവിനെയും അച്ഛനെയും കൊന്നത് ആരാണെന്ന് കൂടി പറഞ്ഞിരുന്നു എങ്കിൽ നന്നായേനെ എന്നൊരു കമന്റ്. ഭാര്യയെ സംശയിച്ച് ജാരനെ ഉടൻ കഴുത്ത് വെട്ടി കൊല്ലാൻ ആജ്ഞാപിച്ച പ്രവാചകൻ. സ്വഹീഹ് മുസ്ലിം വോളിയം 3 ഭാഗം 49, കൂടാതെ ഹദീസ് നമ്പർ 59 2771. അടുത്തത് 12 ശിഷ്യന്മാരോട് പോലും എപ്പോഴും ദേഷ്യപ്പെടുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. സ്വഹീഹ് മുസ്ലിം വോളിയം 3 ഭാഗം 45 ഹദീഫ് നമ്പർ തന്നിട്ടുണ്ട്. അടുത്തത് പർവ്വതം പോലുള്ള പാപവുമായി വരുന്ന മുസ്ലിമിന്റെ ആ പാപം അല്ലാഹു ക്രൈസ്തവന്റെയും ജൂതന്റെയും തലയിൽ കെട്ടിവെച്ചു മുസ്ലിമിന് പാപം പുറത്തു കൊടുക്കുകയും ചെയ്തു. അതായത് കുറേ പേരുടെ പാപത്തെ എടുത്ത് ക്രിസ്ത്യാനിയുടെയും ജൂതന്റെയും തലയിൽ കെട്ടിവെച്ചു. സ്വഹീഹ് മുസ്ലിം വോളിയം 3 ഭാഗം 49 ഹദീഫ് നമ്പർ 50 51 2767. ഇത് ഞാൻ റഫറൻസ് നമ്പറാണ് വായിക്കുന്നത്. അടുത്തത് അടിമ പെൺകുട്ടികളെ നിർബന്ധിച്ച് വ്യഭിചാരം ചെയ്യിക്കുന്നതിൽ കുറ്റമില്ല എന്ന് പ്രഖ്യാപിച്ചു. സഹീഹ് മുസ്ലിം പുസ്തകം 008 ഹദീഫ് 3373 സൂറ 24-ാം അധ്യായം 33. ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരെ വധിക്കുവാൻ അനുവാദമുണ്ട്. സൂറ 4-ാം അധ്യായം 89. ദത്തുപുത്രന്റെ ഭാര്യയിൽ അഭിനിവേശം തോന്നി ദത്തുപുത്രനെ കൊണ്ട് അവളെ വിവാഹമോചനം ചെയ്യിച്ച് അവളെ ഭാര്യയാക്കി. സഹീഹ് മുസ്ലിം വോളിയം 2 ഭാഗം 16 ഹദീഫ് നമ്പർ 89 1428. വഴിയിൽ എവിടെയെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ കാമ പരവശനാവുന്ന വ്യക്തി. സ്വഹീഹ് മുസ്ലിം വോളിയം 2 ഭാഗം 16 ഹദീഫ് നമ്പർ 9 1403. എല്ലാ കാര്യങ്ങളിലും മാതൃക താനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ലൈംഗിക കാര്യങ്ങളിൽ പ്രത്യേക രീതിയിൽ പെരുമാറിയിരുന്ന അദ്ദേഹം എന്ന് സൂറ 33:50 ബുഖാരി 60:311 വിവിധ ഹദീസുകളും സൂറകളും ഇത് വിവരിക്കുന്നു. ലോകം മുഴുവൻ സംരക്ഷിക്കേണ്ട ദൈവത്തെ തന്നെ മാത്രം സംരക്ഷിക്കുന്നവനാക്കി. സൂറ 49 സൂറ 49-ാം അധ്യായം 2-ാമത്തെ വരി, 49-ാം അധ്യായം 3-ാമത്തെ വരി, 49-ാം അധ്യായം 4-ാമത്തെ വരി, 49-ാം അധ്യായം 5, 33-ാം അധ്യായം 53, 58-ാം അധ്യായം 12, 66-ാം അധ്യായം 3, 66-ാം അധ്യായം 4, 66-ാം അധ്യായം 5. ഇപ്പൊ പറഞ്ഞത് അറിയാം. അബ്ബാസിന്റെ പിഞ്ച് കുഞ്ഞായിരുന്ന മകൾ ഉമ്മു ഹബീബ, അബ്ബാസിന്റെ പിഞ്ചു കുഞ്ഞായിരുന്ന മകൾ ഉമ്മു ഹബീബ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് കണ്ട് ഇങ്ങനെ പറഞ്ഞു പ്രവാചകൻ: അവൾ കന്യകയാകുന്ന കാലം വരെ ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ അവളെ വിവാഹം കഴിക്കും. ഈ പിഞ്ചു കുഞ്ഞ് കന്യകയാകുന്നത് വരെ ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ അവളെ വിവാഹം കഴിക്കും. ഇത് ഇബ്ൻ ഇഷാഖ് സുഹൈൽ 2:79. പിന്നെ ഇംഗ്ലീഷ് വിവർത്തനം കൂടി കൊടുത്തിട്ടുണ്ട്. In the Riwaya of Yunus ibn Ishaq recorded that Apostle saw her Ummu il-Fadl when she was a baby crawling before him and said, if she grows up and I am still alive, I will marry her. അതില് സൂറ റഫറൻസ് 10 പേജ് 311. വാലിദ് എന്ന സമ്പന്നനെ തന്റെ കൂടെ കൂട്ടാൻ ശ്രമിച്ച് നടക്കാതെ വന്നപ്പോൾ അല്ലാഹു പറഞ്ഞതെന്ന് പറഞ്ഞ് അവനെ തന്തയില്ലാത്തവൻ എന്ന് പ്രവാചകൻ വിളിച്ചു. സൂറ 68 11 മുതൽ 16 വരെ. ഇനിയുമുണ്ട് കുറെ. ഞാനൊരു 10-15 എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്നോട് പല മുസ്ലിം യുവാക്കളും പറയാറുണ്ട്,
നിങ്ങൾ ശരിക്കും റെഫറൻസ് എടുത്ത് ഖുറാനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പ്രവാചകനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം. അതല്ലാതെ അതിൽ അങ്ങനെയുണ്ട് ഇതിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതൊക്കെ മൂടി വെച്ച സക്കീർ നായിക്കിനെ പോലെയുള്ള തീവ്രവാദി അവതാരമായിട്ട് കുറെ മുസ്ലിം യുവാക്കൾക്ക് രക്തം തിളയ്ക്കുന്ന വിധത്തിൽ കുറെ മണ്ടത്തരങ്ങൾ വേദത്തിലെയും ഉപനിഷത്തുക്കളെയും ഒക്കെ കൂട്ടി ചെയ്തിട്ട് ചില മുസ്ലിം യുവാക്കൾ എനിക്ക് എഴുതാറുണ്ട്. സാമവേദത്തിലെ 3-ാം അധ്യായം 21 എന്താണ് പറയുന്നത്? ഇപ്പൊ എനിക്ക് എന്റെ വായിൽ വരുന്നത്, എടാ നിന്നെ പോലെയുള്ള ഓരോന്നും ഈ സാമവേദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ചുമ്മാ ഒരു ചോദ്യമാണ്. 25-ാം അധ്യായത്തിലെ 2-ാമത്തെ വരി എന്ത് പറയുന്നു? ഇത് ആധികാരികമായിട്ട് നോക്കി പ്രൂഫ് എടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് വായിക്കുന്നത്. അറിയണം മുഹമ്മദ് നബി എന്താണ്, ഖുറാൻ എന്താണ്, അത് ആർക്ക് വേണ്ടി എഴുതിയതാണ്, അത് ഇന്ത്യയിലെ കുറെ യുവാക്കളുടെ തലയിൽ കെട്ടി മൊത്തം കഴുത്തറക്കാനും ചാവാനും കൊല്ലാനും ബോംബുണ്ടാക്കാനും ബോംബ് പൊട്ടിക്കാനും അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നത് ആ പ്രവാചകന്റെ വഴിയിലൂടെ പോയതുകൊണ്ട് മാത്രമാണ്. എന്നും പ്രവാചകൻ യുദ്ധത്തിൽ തന്നെയായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അടിമകളെ ഉപയോഗിക്കലും ഇതൊക്കെയാണോ മതം? പ്രണാമം, നമസ്കാരം.